9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സദൃശ്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യാറുള്ള വാക്കുകളല്ലേ സദൃശ്യം അല്ലെങ്കിൽ സിമിലർ എന്നുള്ളതൊക്കെ. എന്താ ഈ സദൃശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെയുള്ളത് എന്ന അർത്ഥത്തിന് വേണ്ടിയല്ലേ നമ്മൾ സിമിലർ അല്ലെങ്കിൽ സദൃശ്യം എന്നൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരേപോലെയുള്ള ട്രയാങ്കിൾസിനെയാണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈക്വൽ ട്രയാങ്കിൾസ്. എന്താ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ? ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസും സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം, അതേപോലെ തന്നെ സൈഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് എന്താവത്തുള്ളൂ? തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ? അവയുടെ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? അവയുടെ ഷേപ്പ് മാത്രം ഈക്വൽ ആയാൽ മതി, സൈസ് ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല. ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, ഇത് 80 ഡിഗ്രിയാണ്, ഇവിടെയും 80 ഡിഗ്രിയാണ് അല്ലേ? ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെയും 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. പക്ഷെ നോക്കിക്കേ, സൈഡുകൾ ഈക്വൽ ആണോ? ഒന്നാമത്തെ ട്രയാങ്കിൾ വലുതാണ് അല്ലേ, രണ്ടാമത്തെ ട്രയാങ്കിൾ കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്ക് പറയാം സൈഡുകൾ ഈക്വൽ അല്ല, പക്ഷെ ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് അല്ലേ? ഇങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ. ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം, സൈഡുകൾ ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സദൃശ്യ ത്രികോണങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നോക്കിയാലോ? ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ, ഒരേ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങളുടെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ജോഡികളായി എടുത്താൽ ചെറിയ നീളങ്ങളെല്ലാം വലിയ നീളങ്ങളുടെ ഒരേ ഭാഗമാണ്. അതായത് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് സെയിം ആണ്. ഇത് 40 ഡിഗ്രിയാണ്, ഇത് 80 ഡിഗ്രി, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് തന്നെയാണ്. ഇത് 60 ഡിഗ്രി, ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. 40 ഡിഗ്രി, 80 ഡിഗ്രി, 60 ഡിഗ്രി. അതായത് ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെ, സദൃശ്യ ത്രികോണങ്ങൾ. കോണുകളെല്ലാം സെയിം ആണെങ്കിൽ അവ എന്തായിരിക്കും? സദൃശ്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈ സിമിലർ ട്രയാങ്കിൾസിന്റെ ചെറിയ ട്രയാങ്കിളിന്റെ ഓരോ വശവും വലിയ ട്രയാങ്കിൾസിന്റെ ഓരോ വശത്തിന്റെയും സെയിം പാർട്സ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് 60 ഡിഗ്രി കോണിന്റെ എതിരെ കിടക്കുന്ന രണ്ട് വശങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ ട്രയാങ്കിളിന്റെ വശം വലിയ ട്രയാങ്കിളിന്റെ വശത്തിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇനി 40 ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലോ, ഇതേപോലെ തന്നെ 40 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന രണ്ട് വശങ്ങൾ ചെറിയ ട്രയാങ്കിളിന്റെ വശം വലിയ ട്രയാങ്കിളിന്റെ വശത്തിന്റെ ഒരു പാർട്ടായിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഈ മൂന്ന് പാർട്ടുകളും തുല്യമാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇവിടെ ഞാൻ മുകൾ വശത്തെ 80 ഡിഗ്രി കോണുകൾ തമ്മിൽ കൂട്ടി വെച്ചു. രണ്ട് ട്രയാങ്കിൾസിനും 80 ഡിഗ്രി കോണുകൾ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. ഇപ്പൊ നോക്കിക്കേ, ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടുപരിചയമുണ്ടോ? നേരത്തെ എവിടെയെങ്കിലും ഈ ട്രയാങ്കിൾ കണ്ടുപരിചയമുണ്ടോ? ഇതിന്റെ കോണുകളെല്ലാം തുല്യമാണ് അല്ലെ. ഇത് 40 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി വരും അല്ലെ. ഇത് 60 ഡിഗ്രി, അപ്പൊ ഇവിടെയോ? ഇവിടെ 60 ഡിഗ്രി വരും അല്ലെ. ഇത് 80 ഡിഗ്രി, രണ്ട് കോണും ചേർത്ത് ഞാൻ വെച്ചിരിക്കുവാണ്. ഇപ്പൊ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ, ആ വലിയ ട്രയാങ്കിളിന്റെ ഈ അടിയിലെ ഈ വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയല്ലേ ഈ പി എന്ന് പറയുന്ന ഇത്? ശരിയല്ലേ? കാരണം എന്നാ, ഈ രണ്ട് കോണുകളും തുല്യമാണ് അല്ലെ, 40 വെച്ചാണ്. അതായത് ഈ രണ്ട് വരകളും സമാന്തര വരകളാണ്. അങ്ങനെ ഒരു വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സമാന്തര വരകൾ എന്ന് പറയുന്ന പാഠത്തില്. ഒരു ട്രയാങ്കിളിന്റെ ഒരു വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര ആ മറ്റ് രണ്ട് വശങ്ങളെയും തുല്യമായ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാലോ, ഒരേ പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങളുടെ നീളം പാർട്ടുകളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ചെറിയ വശത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ ഈ വലിയ വശത്തിന്റെ നീളം. അങ്ങനെയല്ലേ നമുക്ക് പാർട്ടായിട്ട് എഴുതേണ്ടത്? ചെറിയ വശത്തിന്റെ നീളം എത്രയാണ്? Q അല്ലെ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് Q ആണ്. അതായത് Q ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? B ആണ് അല്ലെ. Q ഡിവൈഡ് ബൈ B. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരേ പാർട്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് Q ബൈ B ദാറ്റ് ഈസ് ഈക്വൽ ടു, അടുത്തത് ഇവിടെ ചെറിയ പാർട്ടിന്റെ നീളം എത്രയാണ്?
R അല്ലേ, R ഡിവൈഡഡ് ബൈ വലിയ പാർട്ടിന്റെ നീളം C, R ഡിവൈഡഡ് ബൈ C. അപ്പോൾ Q ബൈ ബിയും R ബൈ സിയും ഈക്വൽ ആണ്, ഒരേ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ട്രയാങ്കിളിന്റെ പൊസിഷൻ ഒന്ന് മാറ്റാനായിട്ട് പോവാം. ഞാൻ ഈ ട്രയാങ്കിൾ ഇവിടെ നിന്ന് മാറ്റി നേരെ ഈ ഈ കോർണറിലേക്ക് ചേർത്ത് വെച്ചു. ഇപ്പോഴത് 40 ഡിഗ്രി തന്നെയല്ലേ, അപ്പൊ ഞാൻ 40 ഡിഗ്രി രണ്ടും ചേർത്ത് വെച്ചു. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. ഇതോ? ഇത് 60 ഡിഗ്രി അല്ലെ. ഇപ്പോഴും നോക്കിക്കേ, നമ്മുടെ പാരലൽ ലൈൻസ് തന്നെ വന്നില്ലേ? അതായത് ഈ ട്രയാങ്കിളിന്റെ ഈ വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയാണ് ഏത്? ഈ വരച്ചിരിക്കുന്ന ഈ R എന്ന് പറയുന്നത് അല്ലെ. ഒരു വശത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെയും തുല്യ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ തുല്യ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ പഠിച്ചതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞേ? ചെറിയ ട്രയാങ്കിളിന്റെ ലെങ്ത് Q ഡിവൈഡഡ് ബൈ ബി അല്ലെ. അതായത് Q ഡിവൈഡഡ് ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, then ഈ സൈഡിനെയോ ചെറുതിന്റെ ലെങ്ത് P അല്ലെ, P ഡിവൈഡഡ് ബൈ എ, P ഡിവൈഡഡ് ബൈ എ. അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഇക്വേഷൻ Q ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു R ബൈ സി ആണ് അല്ലെ. ഇവിടെ Q ബൈ ബി R ബൈ സിയോട് ഈക്വൽ ആണ്. ഇവിടെ വീണ്ടും നോക്കിക്കേ, Q ബൈ ബി തന്നെ. Q ബൈ ബി ആരോട് ഈക്വൽ ആണ്? C ബൈ എയോട് ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവ മൂന്ന് തമ്മിൽ ഇക്വേറ്റ് ചെയ്യത്തില്ലേ? ഇത് രണ്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് ഇത് മൂന്ന് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് കിട്ടും? Q ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു R ബൈ സി ദാറ്റ് ഈസ് ഈക്വൽ ടു P ബൈ എ എന്ന് നമുക്ക് കിട്ടും. ഇതല്ലേ നമുക്ക് കിട്ടുന്ന റേഷ്യോ? ഇതല്ലായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങളുടെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ. Qയും ബിയും തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളല്ലേ? ആ ട്രയാങ്കിൾ പഴയതുപോലെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ Qയും ബിയും ഏത് കോണിനെതിരെ കിടക്കുന്ന വശങ്ങളാണ്? 60 ഡിഗ്രിക്കെതിരെയാണ് ബി കിടക്കുന്നത്, ഇവിടെയും 60 ഡിഗ്രിക്കെതിരെയാണ് Q കിടക്കുന്നത് അല്ലെ. അപ്പൊ Qയും ബിയും 60 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശങ്ങളാണ്. ആറും സിയോ? R എന്തിയെ? ഇതാണ് R അല്ലെ. അതായത് R 40 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശമാണ് R, ഇവിടെയും 40 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശമാണ് C. Pയും എയോ 80 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശമാണ് എ, അതുപോലെ തന്നെ ഇവിടെയാണ് 80 ഡിഗ്രിക്കെതിരെ കിടക്കുന്ന വശമാണ് P. അതായത് ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? തുല്യ കോണുകൾക്കെതിരെ കിടക്കുന്ന വശങ്ങൾ ജോഡികളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ നീളങ്ങളെല്ലാം വലിയ നീളങ്ങളുടെ ഒരേ ഭാഗങ്ങളാണ്. ഇത് ചെറിയ നീളം വലിയ നീളത്തിന്റെ എത്ര ഭാഗമാണ്? Q ബൈ ബി പാർട്ട് അല്ലെ. ഇവിടെയും ചെറിയ നീളം വലിയ നീളത്തിന്റെ എത്ര പാർട്ടാണ്? R ബൈ സി പാർട്ട്. ചെറിയ നീളം വലിയ നീളത്തിന്റെ P ബൈ എ പാർട്ട് അല്ലെ. ആ പാർട്ടുകളെല്ലാം തുല്യമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? Q ബൈ ബിയും ആരോട് തുല്യമാണ്? R ബൈ സിയോട് തുല്യമാണ്, അതുപോലെ തന്നെ P ബൈ എയോട് തുല്യമാണ്. അതായത് ചെറിയ നീളങ്ങൾ വലിയ നീളങ്ങളുടെ ഒരേ പാർട്ടുകളാണ്. അതായത് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, ആ ഫ്രാക്ഷൻ എല്ലാം ഈക്വൽ ആയിരിക്കും. ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? Q ബൈ ബി, അതിനെങ്ങനെ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാം? Q ഈസ് ടു ബി എന്ന് എഴുതാം അല്ലെ. R ബൈ സിയോ? R ഈസ് ടു സി എന്ന് എഴുതാം. അതുപോലെ തന്നെ P ബൈ എയോ? P ഈസ് ടു എ എന്ന് എഴുതാം അല്ലെ. അതായത് ഇങ്ങനെ എഴുതുമ്പോൾ ഈ റേഷ്യോവും ഈക്വൽ ആയിരിക്കും, പരസ്പരം ഈക്വൽ ആയിരിക്കും. ഒരേ കോണുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങൾ വലിപ്പക്രമത്തിൽ ഒരേ അംശബന്ധത്തിലാണ്, ഒരേ റേഷ്യോയിലാണെന്ന് നമുക്ക് കിട്ടും. രണ്ട് ട്രയാങ്കിൾസിന്റെയും വലിയ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ അതുപോലെ തന്നെ ചെറിയ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അടുത്തത് തന്നെ എന്നാ നോക്കിക്കേ, ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണെന്നാണ് പറയുന്നത് അല്ലെ. അതെങ്ങനെയാ നോക്കിയാലോ? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, കോണുകളെല്ലാം തുല്യമാണ് എങ്കിൽ ചെറിയ നീളങ്ങളെല്ലാം വലിയ നീളങ്ങളുടെ ഒരേ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ വലിയ നീളങ്ങളെല്ലാം ചെറിയ നീളങ്ങളുടെ ഒരേ മടങ്ങായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോൾ ഞാനിവിടെ ചെറിയ ത്രികോണങ്ങളുടെ ഓരോ വശത്തിനെയും ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വലിയ ത്രികോണത്തിന്റെ വശം കിട്ടുന്നത് എന്ന് വിചാരിക്കാനായിട്ട് പോവുക. ഒരേ മടങ്ങായിരിക്കും എന്നല്ലേ പറയുന്നത്. അതായത് Pനെ K കൊണ്ട് ഗുണിക്കുമ്പോഴാണ് A കിട്ടുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ R-നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് C കിട്ടുന്നത്? K കൊണ്ട് തന്നെ അല്ലെ, കാരണം ഒരേ മടങ്ങാണെന്ന് പറയുന്നത് അല്ലെ. Q-വിനെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് B കിട്ടുന്നത്?
ക്യൂവിനെയും കെ കൊണ്ട് തന്നെ ഗുണിച്ചാലാണ് ഏത് കിട്ടത്തുള്ളൂ, ബി കിട്ടത്തുള്ളൂ. കാരണം സെയിം നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത് ഏതിനെ, ചെറിയ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിനെ. അപ്പോഴാണ് ഇത് കിട്ടത്തുള്ളൂ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വലിയ ട്രയാങ്കിൾസിന്റെ സൈഡുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ഗുണിക്കേണ്ട സംഖ്യ കെ ആയിട്ട് എടുക്കാനായിട്ട് പോവുക. അപ്പോൾ ഓരോന്ന് നോക്കിക്കേ, എ കിട്ടുന്നത് എങ്ങനെയാണ്, പിനെ കെ കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ, എ ദാറ്റ് ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു പി. അടുത്തത് സി കിട്ടുന്നത് എങ്ങനെയാ, ആറിനെ കെ കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ, അതായത് സി ദാറ്റ് ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു ആറ്. അടുത്തത് ബി കിട്ടുന്നത് എങ്ങനെയാ, ക്യൂവിനെ കെ കൊണ്ട് ഗുണിക്കുമ്പോൾ ബി ദാറ്റ് ഈസ് ഇക്വൽ ടു കെ ഇൻറ്റു ക്യൂ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം നമുക്ക് കിട്ടിയില്ലേ, എന്താ, ഒരേ കോണുകളുള്ള ത്രികോണങ്ങളില് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണ്. ഇതെല്ലാം തുല്യമായിട്ടുള്ള കോണുകൾക്കെതിരെയുള്ള വശങ്ങളല്ലേ, എയും പിയും. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു എ, ഇവിടെ ഈ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു പി. അതായത് എ മാറിയത് എങ്ങനെയാ, പിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, സി 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു സി, ഇവിടെയും 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ആറ് അല്ലെ. സി എങ്ങനെയായിട്ട് ഇത്, ആറിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അതായത് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളുടെ മാറ്റമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആറിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏത് കിട്ടിയത്, സി കിട്ടിയത്. അടുത്തത് ഇതോ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളാണല്ലേ ബിയും ക്യൂവും. അതായത് ക്യൂ ആണ് ചെറുത്, അതായത് ക്യൂവിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ബി കിട്ടുന്നത്. ത്രികോണങ്ങളുടെ കോണുകളെല്ലാം തുല്യമാണ് എങ്കിൽ അതിന്റെ വശങ്ങൾ എങ്ങനെയായിരിക്കും മാറുന്നത്, ഒരേ തോതിലായിരിക്കും മാറുന്നത്. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ തോതിലായിരിക്കും മാറുന്നത്. അടുത്തത് നമുക്കൊരു ചോദ്യമാണ് വന്നേക്കുന്നത്. ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലെ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡും തന്നിട്ടുണ്ട്, രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് ആംഗിൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ, മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും, ഇത് 50 ആണ്, ഇത് 70 ആണ് അല്ലെ. അപ്പൊ 50 70 120, ബാലൻസ് എത്ര കിട്ടും, 60 കിട്ടും അല്ലെ. അപ്പൊ ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ 3 ആംഗിൾസും തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം 3/4 ഭാഗമായി ചെറിയ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വശങ്ങളാണ് മാറാൻ പറഞ്ഞിട്ടുള്ളൂ, കോണുകൾ മാറാൻ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല അല്ലെ. അപ്പോൾ കോണുകൾ എത്ര തന്നെ ആയിരിക്കണം, 50 ഡിഗ്രി ആയിരിക്കണം, ഇത് 70 ഡിഗ്രി ആയിരിക്കണം, ഇതോ 60 ഡിഗ്രി ആയിരിക്കണം അല്ലെ. കോണുകൾക്ക് മാറ്റം ഒന്നുമില്ല. പിന്നെ എന്താ മാറ്റമുള്ളത്, വശങ്ങളാണ് മാറ്റേണ്ടത് അല്ലെ. വശങ്ങൾ എത്രയാക്കി കുറയ്ക്കണം, 3/4 പാർട്ട് ആക്കി കുറയ്ക്കണം. ഒരു സൈഡ് നമുക്കറിയാലോ 6 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ്. അങ്ങനെയാണെങ്കിൽ ഈ 6 സെന്റിമീറ്റർ നമുക്ക് 3/4 ആയിട്ട് കുറയ്ക്കത്തില്ലേ, അതെങ്ങനെയാണ്, 6 × 3/4 ചെയ്താൽ മതി. 6 × 3/4 എത്രയാ, 4 ഉം 6 ഉം കൂടെ ക്യാൻസൽ ആക്കാം അല്ലെ. 4 ഉം 6 ഉം കൂടെ ക്യാൻസൽ ആക്കി, 2 കൊണ്ടാണ് ക്യാൻസൽ ആക്കിയത്, അതുകൊണ്ട് ഇവിടെ 2 കിട്ടി. ഇവിടെ എത്ര കിട്ടും, ഇവിടെ 3 കിട്ടും അല്ലെ. 3 × 3 9 ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ട് അല്ലെ, 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2 എത്രയാണ്, 4.5 കിട്ടും. അതായത് നമുക്ക് വരയ്ക്കേണ്ട പുതിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയായിരിക്കണം, 4.5 സെന്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് അറിയാവോ, ഇവിടെ നമുക്ക് ലെങ്ത് ഒന്നും തന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിന്റെ 3/4 കണ്ടുപിടിക്കാൻ അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്, ഇത് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. ഇവിടെ കോണുകളെല്ലാം സെയിം ആണല്ലോ. കോണുകൾ സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ, അതിനെയാണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ട്രയാങ്കിൾസിന്റെ ഒരു സൈഡ് മാറുന്ന റേഷ്യോ തന്നെ ആയിരിക്കും ബാക്കിയുള്ള സൈഡുകളുടെ എല്ലാത്തിന്റെയും മാറ്റം. അപ്പോൾ നമുക്ക് ആകെ ഒരു സൈഡിന്റെ മാറ്റം മാത്രം കിട്ടിയാൽ മതി. അത് കിട്ടിയിട്ടുണ്ടല്ലോ, എത്രയാ, 6 എത്രയായിട്ട് മാറി, 4.5 ആയിട്ട് മാറി അല്ലെ. അപ്പോൾ ഇനി ഇതെങ്ങനെയാ വരയ്ക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് കണ്ടുപിടിച്ചത് 6 സെന്റിമീറ്ററിനെ എത്രയാക്കി മാറ്റി, 4.5 ആക്കി മാറ്റി അല്ലെ. 3/4 ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് 4.5. അപ്പോൾ നമ്മൾ 4.5 നമ്മൾ ആദ്യം വരയ്ക്കണം. അതിനുശേഷം ഈ സൈഡിൽ എത്ര വരച്ചു കൊടുക്കണം, ആംഗിൾസിന് മാറ്റമൊന്നും വരരുത് അല്ലെ. ഈ സൈഡിൽ 50 ഡിഗ്രി അങ്ങ് വരച്ചു കൊടുത്തേക്കുക. ദെൻ ഈ സൈഡിലോ അത് 70 ഡിഗ്രി അങ്ങ് വരച്ചു കൊടുത്തേക്കുക. അപ്പൊ ഇവിടെ എത്ര കിട്ടും, ഇവിടെ 60 ഡിഗ്രി ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളും കിട്ടിക്കോളും. ഇതിന്റെ ഈ വശങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും, ഈ രണ്ട് വശങ്ങളുടെയും 3/4 പാർട്ട് ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് വരച്ചത്. ഇനി ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. ആദ്യം 4.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക.
4.5 സെന്റിമീറ്റർ. ഇനി ഈ സൈഡിൽ നിന്ന് 50 ഡിഗ്രിയും ഈ സൈഡിൽ നിന്ന് 70 ഡിഗ്രിയല്ലേ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 50 ഡിഗ്രി പ്രൊട്രാക്ട് വെച്ച് ഈ സൈഡിൽ നിന്ന് 50 ഡിഗ്രി. ഒന്ന് കണക്ട് ചെയ്ത് വരച്ചേക്കുക. ഇനി ഈ സൈഡിൽ നിന്ന് 70 ഡിഗ്രി അല്ലേ, ഈ സൈഡിൽ നിന്ന് 70 ഡിഗ്രി. അതൊന്ന് കണക്ട് ചെയ്ത് വരച്ചേക്കും. തന്നെ ഇവിടെ നമുക്കൊരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി അല്ലേ. അപ്പൊ ഈ ട്രയാങ്കിള് എ ബി സി, ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ. ഇത് 50 ഡിഗ്രി, ഇത് 70 ഡിഗ്രി. ഇത്രയും വരച്ചാൽ മതി. അതായത് നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിളിന്റെ കോണുകളെല്ലാം കറക്റ്റ് തന്നെയാണ്. 50 ഡിഗ്രി, 70 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി അല്ലേ, ഇത് 60 ഡിഗ്രി. ബാക്കി വശങ്ങളോ, വശങ്ങള് താഴത്തെ വശം നമുക്ക് 6 സെന്റിമീറ്റർ ആയിരുന്നു, ഇതോ 4.5 സെന്റിമീറ്റർ അല്ലെ. അതായത് 3/4 നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4.5 കിട്ടി. 4.5 ഒരു സൈഡ് മാറുന്ന ആ റേഷ്യോ തന്നെയായിരിക്കും ബാക്കിയുള്ള സൈഡുകളും മാറുന്നത്. അപ്പോൾ ഈ കോണുകൾ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ സൈഡുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊള്ളും. ഇത്രയാണ് വരയ്ക്കേണ്ടതുള്ളൂ. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇവിടെ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ 2 ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? കോൺ പി ഈക്വൽ ടു കോൺ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോൺ പി എന്ന് പറയുന്ന ഈ കോണും സിയും ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂവും എയും ഈക്വൽ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്യൂ ഇത്, അത് ഞാൻ 2 വരെ വരയ്ക്കാം. ക്യൂവും എയും അല്ലെ, എ ഇതാണ്, 2 വരെ വരച്ചു. അടുത്തത് ആറും ബിയും, ഇതാണ് 6, അതിന് ഞാൻ 3 വരെ വരയ്ക്കാൻ പോവാ. ആറും ബിയും ഈ 3 വരെ ഇട്ടത് തമ്മിൽ ഈക്വൽ ആണ്. അതായത് കോണുകൾ തമ്മിൽ ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്ത് തരം ട്രയാങ്കിൾസ് ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളായിരിക്കും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പി ക്യു ആർ എന്ന ത്രികോണത്തിലെ മറ്റ് 2 വശങ്ങളുടെ നീളം എങ്ങനെ കണക്കാക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഒരു വശം മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി 2 നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഇത് സദൃശ്യ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? വശങ്ങൾ മാറുന്നത് ഒരേ അളവിലായിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അതായത് തുല്യമായിട്ടുള്ള കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ മാറുന്നത് തുല്യ അളവിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ തുല്യമായിട്ടുള്ള കോണുകൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണ്ടേ? തുല്യമായിട്ടുള്ള കോണുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിരിക്കുന്നത്? സിയും പിയും അല്ലെ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു സി ആൻഡ് പി അല്ലെ. ഏതൊക്കെയാണ്? വലിയ ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് എ ബി അല്ലെ, എ ബി. അതിന്റെ ലെങ്ത് നമുക്കറിയാലോ, 8 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ചെറിയ ട്രയാങ്കിളിന്റെയോ? പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആർ ക്യൂ അല്ലെ, ആർ ക്യൂ. അതിന്റെ ലെങ്ത് നമുക്കറിയാവോ? ഇല്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സെയിം ആയിട്ടുള്ള ആംഗിൾ ഏതൊക്കെയാണ്? ക്യൂവും എയും അല്ലെ. അപ്പൊ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ക്യൂ ആൻഡ് എ. വലിയ ട്രയാങ്കിളിന്റെ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാന്ന് നോക്കിക്കേ, സി ബി അല്ലെ, 4 സെന്റിമീറ്റർ. സി ബി 4 സെന്റിമീറ്റർ. അടുത്ത ചെറിയ ട്രയാങ്കിളിന്റെയോ? ക്യൂവിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആർ പി ആണല്ലേ, ആർ പി. അതിന്റെ ലെങ്ത് അറിയാവോ? അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അടുത്തത് ആറും ബിയും ആണ് ഈക്വൽ അല്ലേ. കോൺ ആർ ഈക്വൽ ടു കോൺ ബി. അപ്പൊ ഇനി ആറിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും കണ്ടുപിടിക്കണം, ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡും കണ്ടുപിടിക്കണം. കോൺ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇതാണ് കോൺ ബി. കോൺ ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എ സി എന്ന സൈഡാണ് 6 സെന്റിമീറ്റർ അല്ലെ, എ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അടുത്തത് ആറിന് ഓപ്പോസിറ്റോ? ഇതാണ് നമ്മുടെ ചെറിയ ട്രയാങ്കിളിന്റെ 6. ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് പി ക്യു ആണ് അല്ലെ. പി ക്യുവിന്റെ ലെങ്ത് അറിയാലോ, 3 സെന്റിമീറ്റർ. പി ക്യു, പി ക്യു അതിന്റെ ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആർ ക്യൂവും കണ്ടുപിടിക്കണം, ആർ പിയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് 2 സിമിലർ ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ് അല്ലെ. അപ്പോൾ അതിന്റെ സൈഡുകൾ എങ്ങനെയായിരിക്കും മാറുന്നത്? ഒരേ തോതിലായിരിക്കും, അല്ലെങ്കിൽ ഒരേ അളവിലായിരിക്കും മാറുന്നത് അല്ലെ.
അങ്ങനെ മാറിയിട്ടുള്ള ഒരളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഏത്? 6 സെന്റിമീറ്ററിന്റെ മാറ്റം നമുക്ക് തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്റർ അല്ലെ? 6 3 മാറി. എങ്ങനെയാ അത് മാറിയത്? 6ഉം 3ഉം തമ്മിൽ എന്താ ബന്ധമുള്ളത്? 6ന്റെ നേർ പകുതി ആയിരിക്കും അല്ലെ 3. അതായത് ആ മാറ്റം എങ്ങനെയാന്ന് നമുക്ക് കിട്ടിയല്ലോ. എങ്ങനെയാ? നേർ പകുതി, അതായത് ഡിവൈഡഡ് ബൈ 2 വെച്ചാണല്ലേ മാറ്റം വന്നിരിക്കുന്നത്. വലിയ ട്രയാങ്കിളിന്റെ സൈഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഏത് കിട്ടാനായിട്ട്? ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടാനായിട്ട്. അതായത് 4നെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അതായത് നേർ പകുതി എടുക്കണം അല്ലെ? 4ന്റെ പകുതി 2 സെന്റിമീറ്റർ. ഇത് 2 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. 8ന്റെ നേർ പകുതി എത്രയായിട്ട് കിട്ടും? 8ന്റെ പകുതി 4 ആയിട്ട് കിട്ടും അല്ലെ? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. അതായത് RQന്റെ നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ. ദെൻ RPയുടെ നീളം എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലെ? 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, സെയിം അളവിലുള്ള കോണുകളാണ് നോക്കേണ്ടത്. ആ കോണുകൾക്കെതിരെയുള്ള വശങ്ങളായിരിക്കും ഒരേ റേഷ്യോ വരുന്നത് കേട്ടോ. ഇവിടെ അടിയിൽ കിടക്കുന്ന സൈഡുകൾ തമ്മിലായിരിക്കില്ല. കോണുകൾ ഏതാന്ന് നോക്കുക. സെയിം ആയിട്ടുള്ള കോണുകൾ ഏതാ? പിയും സിയും ആണ് അല്ലെ? അതായത് ഇവിടെ പി ഇത്, ഇവിടെ സി ഇത് അല്ലെ? അതായത് പിക്കെതിരെയുള്ള വശവും സിക്കെതിരെയുള്ള വശവും തമ്മിലാണ് ബന്ധം വരുന്നത്. പിക്കെതിരെയുള്ള വശവും സിക്കെതിരെയുള്ള വശവും. ഇവിടെ കോണുകൾ ഏതൊക്കെയാണ്? ക്യൂവും എയും ആണ് ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലെ? അതായത് ക്യൂവിനെതിരെയുള്ള വശവും ദെൻ എയ്ക്കെതിരെയുള്ള ഈ വശവും തമ്മിലാണ് ബന്ധം വരുന്നത്. ക്യൂവിനെതിരെ കിടക്കുന്ന ഈ വശമാണ്, എയ്ക്കെതിരെ കിടക്കുന്നത് ഈ വശമാണ്. അതായത് കോൺ കോൺ ബിയും ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് ആറിനെതിരെ കിടക്കുന്ന ഈ അടിയിലത്തെ വശവും ബിക്കെതിരെ കിടക്കുന്ന ഈ മുകളിലത്തെ വശവും തമ്മിലാണ് ബന്ധം വരുന്നത്. ആറിനെതിരെ കിടക്കുന്ന ഈ വശം കിടക്കുന്നു, ദെൻ ബിക്കെതിരെ ഈ വശം കിടക്കുന്നു. അതായത് തുല്യമായിട്ടുള്ള കോണുകളാണ് നോക്കേണ്ടത്. ആ കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ് സെയിം റേഷ്യോയിൽ വരുന്നത് കേട്ടോ.